വെൽക്കം ബാക്ക് സാറാസ് ഫുഡ് ഡയറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല സ്ട്രോബെറി വെച്ചിട്ടും ബനാനയൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് സൂപ്പറായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ട്രോബെറി ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെയെന്ന് വെച്ചാൽ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമ്മളെ റെസിപ്പി ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിട്ട് സ്ട്രോബെറി ഇതുപോലെ ഒന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോബസ്റ്റ പഴമാണ്, അതിവിടെ ഞാൻ ഒന്ന് ഇതിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടി ഇതിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്ട്രോബെറിയും റോബസ്റ്റ പഴവും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് പിളർപ്പാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. വേഗം തന്നെ ഒന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 2 പീസ് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, അത് പിന്നെ ഞാൻ കാണിച്ചു തരാം എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ആക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു റോബസ്റ്റ പഴം, പിന്നെ 15 നമ്മുടെ അണ്ടിപ്പരിപ്പും, പിന്നെ ഒരു പാൽ ഇതുപോലെ കട്ടൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത്, പിന്നെ തണുത്ത പാൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഷേക്കിന് വെള്ളം ചേർത്ത് കൊടുക്കരുത്. പിന്നെ തണുത്ത പാൽ നല്ല രീതിയിലൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ആ പഴം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു തിക്നെസ് ഉണ്ടാവും നമ്മൾ പഴത്തിന്, നമ്മുടെ ഈ ഒരു ഷേക്കിന് കേട്ടോ. പിന്നെ ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിഡ് ജാറിന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അടിച്ചതാണ്, അതുകൊണ്ടാണ് 15 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചത്. നല്ല രീതിയിലൊന്ന് തണുത്ത് വന്ന് നല്ലൊന്ന് കുറുകി വന്നപ്പോൾ ഞാനൊന്ന് സ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ വാനില ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഐസ്ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഷേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു ടെക്സ്ചറുമാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ഈ ഒരു ഷേക്കിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 2 സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ സ്ട്രോബെറി പീസും, പിന്നെ എന്താ പറയുക കാഷ്യൂനട്ടും, പിന്നെ കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷേക്ക് കുടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റോ നല്ലൊരു അടിപൊളിയാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയത് വീട്ടിലുള്ള സ്ട്രോബെറി ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടും പാർട്ടിയിൽ തിളങ്ങാൻ പറ്റിയ നല്ല അടിപൊളി ഷേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും വിലയേറിയ അഭിപ്രായം താഴെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.